നമസ്കാരം, ഋഷിപ്രജ്ഞം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏഴിന്റെ അതിപ്രാധാന്യമുള്ള പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള മഹത്വത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം. വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് അതീവ പ്രാധാന്യമുള്ള ഏഴിന്റെ മഹത്വത്തിലേക്ക് നമുക്ക് കടക്കാം. ഹൈന്ദവ ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും 7 എന്ന സംഖ്യ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. സപ്തസാഗരങ്ങൾ, സപ്തർഷികൾ, അങ്ങനെ 7മായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നിനെയും അവയുടെ പ്രാധാന്യത്തെയും പരിശോധിക്കാം. സപ്തഋഷികൾ ആരൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അഗസ്ത്യൻ, കശ്യപൻ, അത്രി, ഭരദ്വാജൻ, വ്യാസൻ, ഗൗതമൻ, വസിഷ്ഠൻ ഇവരൊക്കെയാണ് സപ്തഋഷികൾ. ഇനി സപ്തക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. വാരണാസി, അയോധ്യ, കാഞ്ചീപുരം, മധുര, ദ്വാരക, ഉജ്ജയിനി, ഹരിദ്വാർ ഇവയൊക്കെയാണ് സപ്തക്ഷേത്രങ്ങൾ. ഇനി നമുക്ക് സപ്ത നദികൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, കാവേരി, നർമ്മദ, സിന്ധു ഇവയൊക്കെയാണ് സപ്തനദികൾ. ഇനി സപ്ത കന്യകമാർ ആരൊക്കെയെന്ന് പറയാം. ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി ഇവരൊക്കെയാണ് സപ്ത കന്യകകൾ. ഇനി സപ്തഗ്രഹങ്ങളെ ഏതൊക്കെയാണെന്ന് പറയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, അതായത് നവഗ്രഹങ്ങളിൽ രാഹുകേതുക്കൾ ഒഴിച്ചുള്ള ഗ്രഹങ്ങളെയാണ് സപ്തഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതുകൂടാതെ പഞ്ചഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഒഴിവാക്കിയുള്ള ഗ്രഹങ്ങളാണ്. ഇനി സപ്തപർവ്വതങ്ങളെ അറിയാം. ഹിമാലയം, മന്ത്ര, വിന്ധ്യൻ, നീടതം, നീലം, ഗന്ധമാദനം, ഹേമകൂടം ഇവയൊക്കെയാണ് സപ്തഗിരികൾ, അതായത് സപ്തപർവ്വതങ്ങൾ. ഇനി സപ്ത ജന്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ദേവൻ, മനുഷ്യൻ, മൃഗം, പക്ഷി, ഇഴജന്തുക്കൾ, ജലജീവി, സസ്യം ഇവയൊക്കെയാണ് സപ്തജീവികൾ അഥവാ സപ്തജന്മങ്ങൾ. ഇനി സപ്ത ചിരഞ്ജീവികളെ പരിചയപ്പെടാം. ഹനുമാൻ, വിഭീഷണൻ, മഹാബലി, വ്യാസൻ, മാർക്കണ്ഡേയൻ, പരശുരാമൻ, അശ്വത്ഥാമാവ് എന്നിവരാണ് സപ്ത ചിരഞ്ജീവികൾ. ഇനി സപ്തപാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. അഹങ്കാരം, ദേഷ്യം, അസൂയ, കാമം, അമിതാഹാരം, അലസത, അത്യാഗ്രഹം ഇവയൊക്കെയാണ് സപ്തപാപങ്ങൾ. ഇനി സപ്തചക്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം ഇവയൊക്കെയാണ് സപ്തചക്രങ്ങൾ. ഇനി സപ്തമാരികൾ ഏതൊക്കെയാണെന്ന് പറയാം. സപ്തമാരികൾ എന്നാൽ സപ്തമഴകൾ എന്നാണ്. മഴകളെ 7 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സംവർദ്ധമാണ്, അതായത് മണിമഴ എന്നാണ് പറയുന്നത്. രത്നക്കല്ലുകൾ ഭൂമിയിൽ പൊഴിയുന്നതിനാണ് മണിമഴ അഥവാ സംവർദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് ആവർത്തമാണ്, അത് ജലമഴ തന്നെയാണ് സാധാരണ നമ്മൾ കാണുന്ന മഴ. മൂന്നാമത്തേത് പുഷ്കലാവർത്തമാണ്, സ്വർണം മഴയായി പെയ്യുന്നതാണ്. നാലാമത്തേത് ശങ്കാരിത്തമാണ്, അതായത് പൂമഴ, പൂക്കൾ മഴയായി പൊഴിയുന്നു. അഞ്ചാമത്തേത് ദ്രോണമാണ്, അത് മണ്ണ് മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നതിനെയാണ്. ആറാമത്തെ കാളമുഖി എന്നാണ് മഴയെക്കുറിച്ച് പറയുന്നത്, അതായത് കല്ലുകൾ മഴയായി പൊഴിഞ്ഞു വീഴുന്നു. ഏഴാമത്തത് നീലവരുണമാണ്, അതായത് തീമഴ. അഗ്നിപർവ്വതം, സുനാമി ഇവയൊക്കെ നമുക്ക് തീമഴയിൽ പെടുത്താൻ വേണമെങ്കിൽ. അഗ്നിഗോളങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിനെയാണ് തീമഴ എന്ന് പറയുന്നത്. ഇതുകൂടാതെ മഴയുടെ കൂട്ടത്തിൽ ജലമഴ പെയ്യുമ്പോൾ മത്സ്യങ്ങളും മറ്റും അതേപോലെ ഐസ് കട്ടകളും ഒക്കെ മഴയായി പൊഴിഞ്ഞു വീഴുന്നത് നമുക്ക് ഏവർക്കും അറിയാം. നമ്മളുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള സപ്തമഴകളാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് സപ്ത അഗ്നി പ്രദക്ഷിണത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. വിവാഹവേളകളിൽ ദമ്പതിമാർ പരസ്പരം കൈപിടിച്ചുകൊണ്ട് അഗ്നിയെ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. അങ്ങനെ അഗ്നിയെ 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രാധാന്യത്തെയും ആ പ്രദക്ഷിണത്തിന്റെ ഗുണത്തെയുമാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ പ്രദക്ഷിണത്തിലൂടെ പണത്തിന്റെ കെട്ടുപാടുകളില്ലാത്ത നല്ല ജീവിതം ലഭിക്കുന്നതായിട്ടാണ്. രണ്ടാമത്തെ പ്രദക്ഷിണത്തിലൂടെ ആരോഗ്യ ജീവിതമാണ്. മൂന്നാമത്തെ പ്രദക്ഷിണം സൽക്കർമ്മങ്ങൾ എല്ലായ്പ്പോഴും നടത്തുവാനുള്ള ശേഷിക്കായിട്ടാണ്. നാലാമത്തെ പ്രദക്ഷിണത്തിലൂടെ സുഖത്തിനും സമ്പത്തിനുമായിട്ടാണ്. അഞ്ചാമത്തെ പ്രദക്ഷിണമാകട്ടെ ലക്ഷ്മി കടാക്ഷം നിലനിൽക്കുവാനാണ്. ആറാമത്തെ പ്രദക്ഷിണമാകട്ടെ നാട്ടിൽ എല്ലാ ഋതുക്കളും ഉണ്ടാകാനാണ്. ഏഴാമത്തെ പ്രദക്ഷിണമാകട്ടെ അവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ധർമ്മം നിലനിൽക്കാനാണ്. സപ്താഗ്നി പ്രദക്ഷിണത്തിന്റെ പ്രാധാന്യത്തെയാണ് പറഞ്ഞത്. ഇനി സപ്തവർജിത കാര്യങ്ങളെ ഒന്ന് പറയാം. അധ്വാനമില്ലാത്ത ധനം, മനസാക്ഷിയില്ലാത്ത സന്തോഷം, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, സംസ്കാരമില്ലാത്ത വിദ്യാഭ്യാസം, ആശയരഹിതമായിട്ടുള്ള രാഷ്ട്രീയം, സത്യസന്ധതയില്ലാത്ത കച്ചവടം, സ്വാർത്ഥതയോടുകൂടിയ ആത്മീയത ഇവയൊക്കെയാണ്
സപ്തവർജിതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് 7 ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, 7ന്റെ പ്രാധാന്യവുമാണ്, 7നെ കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങളുമാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.